കൈമാവതി കൃഷിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എന്നോട് കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ ചേന കാച്ചി കഴിഞ്ഞ് വിത്ത് കൊണ്ടുപോയിട്ട് ചാണകത്തിൽ മുക്കിയിട്ട് ഇതാ പിടിച്ചാണ് 2 ദിവസം കണ്ടില്ലേ. ഇത് മുക്കിയിട്ട് ഇതിങ്ങനെ ചാണകത്തിൻ്റെ അകത്ത് ചാണക വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ 2 ദിവസം മുക്കിയിട്ട് വെക്കണം. കണ്ടില്ലേ, ഇതേപോലെ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് വേണം നടാൻ. അതിനാണ് ഇത് ചേനയാണ്. ഇത് മുളപ്പിച്ച് നടാൻ വേണ്ടിയിട്ടാണ്. അതില്ലേ, ഇതേപോലെ മുക്കിയിട്ട് ഇവിടെ നടുക. ഇതിങ്ങനെ കമിച്ച് വെക്കുക. എന്നാൽ കമിച്ച് വെച്ചാലെന്ന് വെച്ചാൽ അതിന് വേര് മുളക്കും വേഗം. ഇങ്ങനെ കമിച്ച് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തേക്കും വേഗം തേക്ക് വരും. അതിനാണ് ഈ ചാണകത്തിൽ മുക്കിയിട്ട് വെക്കുന്നത്. എന്താ ഇങ്ങനെ മുക്കിയിട്ട് നമുക്ക് ചേന നടാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. ഇത് നമുക്ക് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചേന കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവരും കാണിക്കും. ഇത് കാച്ചിൽ വിത്താണ്. എന്താ ഇതും കാണിച്ചു തരാം. ഇതും ഇതേപോലെ മുക്കിയിട്ട് ഇവിടെ വെക്കാം. ഇല്ലേ, ഇത് കാച്ചിലാണ്. ഇതിങ്ങനെ ആറാൻ വെക്കട്ടെ. പിന്നെ അതുകൊണ്ട് ഇത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ചാണകത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നടുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് നിങ്ങളെല്ലാവരും സഹായം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എനിക്കത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.